ഇന്ന് ധ്യാനിക്കുന്നതിന് തിരഞ്ഞെടുത്ത തിരുവചന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയും. 4 മാസം കഴിഞ്ഞ് വരുന്ന കൊയ്ത്ത് ഇപ്പോഴേ വിളവ് ഏറ്റൽ കഴിഞ്ഞ് കൊയ്യാൻ പാകമായി കിടക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാനാവണമെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നു കർത്താവ്, തലപൊക്കി നോക്കാൻ. തല ഉയർത്തി നോക്കിയാൽ സാധാരണയും സ്വാഭാവികമായി സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ദൈവകൃപയിൽ ശരണപ്പെടുമ്പോൾ ഇപ്പോൾ തന്നെ അത് പരിപക്വമായിരിക്കുന്നത് കാണാം എന്നാണ് കർത്താവ് പറഞ്ഞത്. ഒന്ന് സ്വാഭാവികം, മറ്റൊന്ന് അസ്വാഭാവികം. കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിലുമുള്ള മഴയും വെയിലും പതിവ് തെറ്റിക്കാതെ വീണ്ടും നടന്നു പോയാൽ അടുത്ത 4 മാസം കഴിയുന്നതോടെ വിളവിൻ്റെ എല്ലാ സമൃദ്ധിയിലേക്കും ഭൂമി വിളഞ്ഞ് നന്നായി വെളുക്കും എന്ന് പതിവനുസരിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. യേശു പറയുന്നു. എന്നാൽ തലപൊക്കി നിങ്ങൾ നോക്കിയാൽ 4 മാസം കഴിഞ്ഞ് വിളവേറ്റലുണ്ടാകുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് പാടങ്ങൾ കണക്ക് വിശ്വാസികൾ കൊയ്യാൻ പാകപ്പെട്ട് ഇരിക്കുന്ന കാര്യം കാണാം എന്ന് കർത്താവ് പറഞ്ഞു. ദൈവസ്നേഹത്താൽ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നെന്മാടങ്ങളായി കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ആകൃഷ്ടരായി തീരുവാൻ കൊതി പൂർണ്ണ നിൽക്കുന്ന മനുഷ്യരായി ഈ ലോകം മുഴുവൻ വിളങ്ങി നിൽക്കുന്നു എന്നാണ് യേശു കർത്താവിൻ്റെ ഭാഷ്യം. ഈ ലോകത്തിൽ ഒരിക്കലും ശുശ്രൂഷകരെ ആവശ്യമില്ലാത്ത ഒരു മേഖലയല്ല ഈ ആത്മീയ ലോകം. ഇന്ന് പ്രത്യേകിച്ച് നിരവധി കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി സമർപ്പിതരായത് നമ്മെ സന്തോഷിപ്പിച്ചു. ഇന്നലെ ഏതാണ്ട് 1800ഓളം വിദ്യാർത്ഥികൾ ഒരുമിച്ച് ഈ പന്തലിനകത്ത് വചനം കേൾക്കാനും ധ്യാനമഗ്നമായ സമർപ്പണത്തിനും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളായി എത്തിച്ചേർന്നതും എനിക്ക് അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. ഒരു പുതിയ നവോത്ഥാനത്തിൻ്റെ ആത്മീയ ഉച്ചാരണത്തിൻ്റെ കാലഘട്ടം ഈ സമയത്ത് സമാഗതമായിരിക്കുന്നു മാർത്തോമാ സഭയിൽ എന്നാണ് ഈ ലക്ഷണങ്ങളെല്ലാം ഗ്രഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിന് സ്തുതി കരയറ്റിക്കൊണ്ട് നമുക്ക് സന്തോഷിക്കാം, ആഘോഷിക്കാം. അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ കൃപയാൽ. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് കർത്താവ് ഇടയ്ക്ക് കയറി ഇത്തരത്തിലൊരു പ്രയോഗം നടത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണം ശമര്യാക്കാരിയോട് സംഭാഷിച്ചു കൊണ്ടിരിക്കെ അപ്പോസ്തലന്മാർ ഭക്ഷണ സാധനം വാങ്ങി തിരികെ വന്നിട്ടും കർത്താവ് വിശപ്പുണ്ട് എങ്കിലും ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാതെ ആ സ്ത്രീയെ നേടുന്നതിനെക്കുറിച്ച് സ്വർഗീയ മർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ശിഷ്യന്മാരെ അത്ഭുതപ്പെടുത്തിയപ്പോഴാണ്. അവർ പറഞ്ഞു, ഗുരു, അങ്ങ് ഭക്ഷിച്ചാലും നിനക്ക് വിശപ്പുണ്ടായിരുന്നു, ദാഹമുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ഭക്ഷണവുമായി എത്തിച്ചേർന്നിരിക്കുകയാണ്. കർത്താവ് ഭക്ഷിപ്പാലും എന്ന് കേട്ട വാർത്തയിൽ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അറിയാത്ത ആഹാരം എനിക്കുണ്ട്. ചില ആളുകൾ വിശ്വസിച്ചു, യേശു കർത്താവ് ഞങ്ങളില്ലാത്ത ഈ നേരത്ത് ആരെങ്കിലും കൊണ്ടുകൊടുത്ത ഭക്ഷണം തിന്ന് അവൻ വിശപ്പടക്കി കാണും. എന്നാൽ കർത്താവ് പറഞ്ഞു, വീണ്ടും വിശദീകരിച്ച്, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്കുണ്ട്. നിങ്ങൾ അറിയുന്ന ആഹാരം എന്നെ ഭക്ഷണം കഴിച്ച് തൃപ്തിപ്പെടുത്തുക എന്നത് മാത്രം, ഈ ലോകത്തിലെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടത് മാത്രം, ശാരീരിക സന്തോഷത്തിൻ്റെ സംതൃപ്തിയെ സംബന്ധിച്ച കാര്യങ്ങൾക്ക് മാത്രം. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്, ഇതിനപ്പുറം ഒരു കാഴ്ചയുണ്ട്, ഇതിനപ്പുറം ഒരു ദർശനമുണ്ട്, ഇതിനപ്പുറം വിശപ്പ് ഇല്ലാതാക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. കർത്താവ് പറഞ്ഞു, എന്നെ വിശപ്പ് ശമിപ്പിക്കാൻ ഭൗതികമായ ഭക്ഷണവുമായി നിങ്ങൾ എത്തിച്ചേരുന്നതിനപ്പുറമായി എൻ്റെ മറ്റൊരു വിശപ്പുണ്ട്. അത് തൃപ്തിപ്പെടുത്താനും ശമിപ്പിക്കാനും നിങ്ങൾക്കിതുവരെയും സാധിച്ചിട്ടില്ലല്ലോ. എൻ്റെ വിശപ്പ് എന്നത് ദൈവമായ കർത്താവിനെ നിയോഗിച്ചതനുസരിച്ച് ഈ ലോകത്തിൽ വിശ്വാസമുള്ള മനുഷ്യരെ മുഴുവൻ
സ്വർഗീയ സന്തോഷത്തിലേക്ക് ആനയിക്കുക എന്ന കർമ്മപദ്ധതിയാണ്. അത് നിർവഹിക്കപ്പെടുമ്പോൾ എൻ്റെ വിശപ്പാണ് ശമിക്കുന്നത്. പിതാവ് അയച്ചിട്ടുള്ള ആ നിയോഗം ഞാൻ എപ്പോൾ പൂർത്തീകരിക്കാൻ എന്നെ തന്നെ സമർപ്പിക്കുമോ, ആ ദൗത്യത്തിലേക്ക് മറ്റുള്ളവർ ഉൾപ്പെട്ട് ആ വലിയ ശുശ്രൂഷ ഏറ്റെടുക്കുമോ, അപ്പോഴാണ് എൻ്റെ വിശപ്പ് ശമിക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്കുണ്ട് എന്നാണ്. ഈ അറിയാത്ത ആഹാരം, മറ്റു പല ആളുകൾക്കും മനസ്സിലാവാത്ത ആഹാരം യേശു കർത്താവ് പറയുന്നു. ഈ ശുശ്രൂഷ, ഈ ദേശം മുഴുവൻ യേശു കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ആനയിക്കപ്പെടാൻ ആകൃഷ്ടരായിത്തീരുന്നൊരു ലോകം കർത്താവ് ദർശിക്കുകയാണ്. ശമരിയാക്കാർ യഹൂദന്മാർക്ക് ഭ്രഷ്ടുള്ള ആളുകളാണ്. ആ അധസ്ഥിത സമൂഹത്തിൻ്റെ നടുവിൽ നിന്നും, അഥവാ നിസ്വ സമൂഹത്തിൽ നിന്നും രൂപാന്തരപ്പെടുന്ന സുവിശേഷത്തിൻ്റെ ആഘോഷം യേശു കർത്താവ് കാണുവാൻ ആഗ്രഹിച്ചു. ഈ ലോകത്തിൽ ഇന്നും നാം ഒറീസയിൽ നിന്ന് എത്തിച്ചേർന്ന ക്രൈസ്തവ വിശ്വാസികളെ കണ്ടപ്പോഴും മനസ്സിലാകുന്നത്, വയലേലകൾ മുഴുവൻ ഭാരതത്തിൽ വിളഞ്ഞ് ശോഭിച്ചുകൊണ്ട് നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ നാം വന്നു ചേർന്നിരിക്കുന്നു എന്നും, ബുദ്ധിപൂർവം ഈ ശുശ്രൂഷ ഏറ്റെടുത്ത് നിർവഹിച്ചാൽ ഫലപ്രാപ്തി ഉണ്ടാകുമെന്നും, ഈ നാം ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കും സന്തോഷകരമായി ദൈവത്തിന് വിശപ്പ് ശമിപ്പിക്കുന്നതിന് വഴിയുണ്ടെന്നും, നാം ചെലവാക്കുന്ന ഓരോ ചില്ലി നാണയത്തിനും ഫലമുണ്ട് എന്നും വ്യക്തമായി കൊണ്ടാണ്. അങ്ങനെ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് എന്നെ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹമുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെ ഈ കൊയ്യാൻ പാടത്തിലേക്ക് പുറപ്പെടുത്തക്കവണ്ണം നിങ്ങൾ സമർപ്പിതരാവുകയും സമർപ്പിക്കപ്പെടുന്നതിന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാവുകയും ചെയ്യണം എന്നതാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന വിവരം നിങ്ങളുടെ വിദ്യാഭ്യാസം വെച്ചിട്ട്, നിങ്ങളുടെ പരിചയം വെച്ചിട്ട്, മുൻകാല അനുഭവം വെച്ചിട്ട് നിങ്ങൾക്ക് പറയാനാവും, വിലയിരുത്താൻ കഴിയും. എന്നാൽ നിങ്ങൾക്ക് പരിചയം ആവശ്യമില്ലാതെ ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യമാവും. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ തല ഉയർത്തി നോക്കി കണ്ടാൽ മാത്രം മതിയെന്ന്. തല ഉയർത്തി നോക്കിയാൽ നിങ്ങൾക്ക് അപൂർവ കാഴ്ചകൾ കാണാം, ദൈവിക ദർശനങ്ങൾ ആസ്വദിക്കാം, സന്തോഷത്തോടെ സൗഭാഗ്യകരമായ ശുശ്രൂഷയുടെ പങ്കാളികളായി തീരാം എന്ന് കർത്താവ് ഇവിടെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു. ഇത്തരത്തിൽ ഒരു കാഴ്ച യേശു കർത്താവിന് ഉണ്ടായിരുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ ദൈവാലയമുറ്റത്ത് കർത്താവ് ദാനധർമ്മങ്ങൾ നിവർത്തിക്കുന്നതിന് ഭണ്ഡാരത്തിനടുക്കിലേക്ക് എത്തിച്ചേരുന്ന മനുഷ്യരെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ തല ഉയർത്തി നോക്കിയാണ് ഒരു പാവം വിധവ മുമ്പിലേക്ക് വന്ന് കാണിക്ക അർപ്പിക്കുവാൻ കണ്ടത്. ആ കാണിക്ക ആരെയും കാണിക്കാൻ ആഗ്രഹിക്കാത്ത കാണിക്കയായിരുന്നു. എങ്കിലും യേശു കർത്താവ് അത് സൂക്ഷ്മമായി തിരിച്ചറിയുകയും ആ കാണിക്കയെ പ്രകീർത്തിക്കാൻ, പ്രശംസിക്കാനും ആഗ്രഹിക്കുകയും ചെയ്തു. ഈ പ്രശംസാ വാചകങ്ങൾ കഴിഞ്ഞ് ആ തല ഉയർത്തിയിരിക്കുമ്പോൾ തന്നെയാണ് ശിഷ്യന്മാർ യേശു കർത്താവിനോട് അവരുടെ ശരിയായ കാഴ്ചയനുസരിച്ച് യെരുശലേം ദൈവാലയത്തിലെ സുന്ദരമായ പണികളെക്കുറിച്ചും ദൈവാലയത്തെക്കുറിച്ചും യേശു കർത്താവിനോട് വിവരിച്ചത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നുവല്ലോ, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം നിങ്ങൾക്ക് വരുന്നു. ഇടിഞ്ഞു പോകാതെ, അഥവാ പ്രകൃതിക്ഷോഭത്തിലൂടെ ഇടിയാതെ, സാധാരണഗതിയിൽ ഇടിഞ്ഞു വിടാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്തൊരു കാലം വരുന്നു. മഹാനായ ടൈറ്റസ് ചക്രവർത്തിയും അവൻ്റെ അപ്പൻ വെസ്പേഷ്യനും ചേർന്ന് സൈന്യമായി എത്തിച്ചേർന്ന് ഓരോ കല്ലുകൾക്കും മീതെ മറ്റൊരു കല്ലില്ലാതിരിക്കാൻ അവർ ഇടിച്ച് അതിനിടയിൽ സ്വർണ്ണപ്പാളികൾ ആരോ കയറ്റി വെച്ചിട്ടുണ്ടെന്നുള്ള കുൽസിതമായി ബുദ്ധി ഉപദേശിച്ച് കേട്ടത് ഇവരെല്ലാവരും നിയമപ്രകാരം കല്ലുകൾ ഓരോന്നും ചെത്തി കുമ്മായി കൂട്ട് അതിനുള്ളിൽ നിന്നും ഇളക്കി മാറ്റിക്കൊണ്ട് അവർ സ്വർണ്ണപ്പാളികൾ പരിശോധിച്ചു. ഒന്നും കിട്ടിയില്ല. പക്ഷേ കർത്താവ് പറഞ്ഞത് യഥാർത്ഥമായി തീർന്നു. യേശു കർത്താവ് നോക്കിയപ്പോൾ കണ്ടത് വരാൻ പോകുന്ന നാശമായിരുന്നു. ദൈവമായ കർത്താവിൻ്റെ മുന്നിൽ എത്തിച്ചേരുന്ന യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ കണ്ടത് പുറമേയുള്ള സൗന്ദര്യവും അവർ കണ്ട കാഴ്ചയും മാത്രമായിരുന്നു. എലിശാ പ്രവാചകൻ ഒരിക്കൽ ഇതേ കാഴ്ച കാണുന്ന ഒരാളായി മാറി. തല ഉയർത്തി നോക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം സിദ്ധിച്ചു. മുമ്പിൽ എത്തിച്ചേരുന്നു ബെൻഹദദ് രാജാവിൻ്റെ പ്രിയപ്പെട്ട ബാല്യക്കാരൻ. അവൻ വളരെ താല്പര്യത്തോടുകൂടി വന്നിട്ട് പറയാൻ ആഗ്രഹിച്ചത്, കർത്താവേ, എൻ്റെ യജമാനൻ ബെൻഹദദ് രാജാവ് രോഗശയ്യയിലാണ്. അവൻ എഴുന്നേൽക്കുമോ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചറിയിക്കാൻ നിന്നെ അടുക്കലേക്ക് വരാൻ എന്നെ അയച്ചിരിക്കുകയാണ് എന്ന്. അങ്ങനെ ഹസായേൽ ഈ ബെൻഹദദ് രാജാവ് പറഞ്ഞു കേൾപ്പിച്ചതനുസരിച്ച് നിരവധി ചുമട് സമ്മാനവുമായി അവൻ രാജാവിൻ്റെ മുമ്പിലേക്ക് വന്നു ചേർന്നു. ഈ പ്രവാചകൻ്റെ മുമ്പിലേക്ക് എത്തിച്ചേർന്നു.
പ്രവാചകൻ കാര്യങ്ങൾ ശ്രദ്ധിച്ച ശേഷം പറഞ്ഞു, നിശ്ചയമായും അവൻ രക്ഷപ്പെടും, പക്ഷേ അവൻ നിശ്ചയമായും മരിച്ചു പോകും എന്ന് ഞാൻ അറിയുന്നു എന്ന വിവരം അവനെ ഓർമ്മപ്പെടുത്തി. യേശു കർത്താവ് സ്നേഹത്തിൽ യെരുശലേം ദേവാലയം കണ്ടതുപോലെ ഈ പ്രിയപ്പെട്ട പ്രവാചകൻ മുമ്പിൽ നിൽക്കുന്ന ഹസായേലിനെ കണ്ട ശേഷം അവൻ കണ്ണു പറിക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. നാം വായിക്കുന്നു 11-ാം വാക്യത്തിൽ, 2 രാജാക്കന്മാർ 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ, പിന്നെ അവന് ലജ്ജ തോന്നുമാറ് അവൻ കണ്ണു പറിക്കാതെ അവനെ ഉറ്റുനോക്കി ദൈവപുരുഷൻ കരഞ്ഞു. ദൈവപുരുഷൻ കരയുന്ന കാരണം എന്തുകൊണ്ട് എന്ന് അവൻ ഹസായേൽ തിരിച്ച് ഈ എലിശാ പ്രവാചകനോട് ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, നീ ഇപ്പോൾ ചെന്നിട്ട് രാജാവാകും എന്ന കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ കരയുന്നത് അതുകൊണ്ടല്ല. അവിടെ പറയുന്നത്, നീ ഇസ്രായേൽ മക്കളോട് ചെയ്യുവാനിരിക്കുന്ന ദോഷം ഞാൻ അറിയുന്നത് കൊണ്ട് തന്നെ നീ അവരുടെ ദുർഗങ്ങളെ തീയിട്ട് ചുട്ടുകളയുകയും അവരുടെ യൗവനക്കാരെ വാൾ കൊണ്ട് കൊല്ലുകയും അവരുടെ കുഞ്ഞുങ്ങളെ അടിച്ച് തകർക്കുകയും ചെയ്യും, അവരുടെ ഗർഭിണികളെ പിളർക്കുകയും ചെയ്യും എന്ന് ഞാൻ കാണുന്നു എന്ന് കർത്താവ് പറഞ്ഞു. പ്രവാചകൻ തല ഉയർത്തി നോക്കി. അവൻ കണ്ണു പറിക്കാതെ ഈ പ്രവാചകൻ അവൻ ലജ്ജ തോന്നുമാറ് ഹസായേലിൻ്റെ മുമ്പിൽ അവനെ ലജ്ജിക്കുമാറ് നോട്ടം നടത്തിയപ്പോൾ ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ അവൻ കാഴ്ചയ്ക്കപ്പുറം നിന്ന കാഴ്ചപ്പാടിലേക്ക് അവൻ്റെ ഹൃദയം ഉയർന്നു എന്നാണ് നാം മനസ്സിലാക്കുക. അങ്ങനെ ദൈവസന്നിധിയിൽ കാഴ്ചകൾ ഉയരങ്ങളിൽ നോക്കി കാണുവാൻ, സാധാരണ കാണുന്ന കാഴ്ചയ്ക്കപ്പുറം ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഉണ്ടാകത്തക്കവണ്ണം കാണുവാൻ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. പഴയ നിയമത്തിൽ ഇത്തരത്തിൽ കാഴ്ച കണ്ട ഏറ്റവും വലിയ ഭക്തൻ അബ്രഹാമായിരുന്നു. കൂടുതൽ പ്രാവശ്യം അദ്ദേഹം ഇത്തരത്തിലുള്ള കാഴ്ചകളിലേക്ക് എത്തിച്ചേരുന്നതിനും കാരണമായി തീർന്നു. ദൈവം വിളിച്ച ശേഷം അബ്രഹാമിനോട് പറഞ്ഞു, നീ നിൻ്റെ യാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഉപേക്ഷിച്ച് ഞാൻ നിനക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും തുടങ്ങി 9 തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ അബ്രഹാമിനോട് കർത്താവ് പ്രസ്താവിച്ചു. ഇത്തരത്തിൽ പറഞ്ഞ ശേഷം നിൻ്റെ ചാർച്ചക്കാരെയും നിൻ്റെ പിതൃഭവനത്തിനെയും ഉപേക്ഷിച്ചാണ് നീ പോകേണ്ടതെന്നുള്ള വിവരം അവൻ അനുസരിക്കാതെ മുമ്പോട്ട് പോയി. അതുകൊണ്ട് തന്നെ കർത്താവ് തുടർന്ന് അവനോടുള്ള മിണ്ടാട്ടം മതിയാക്കി. പിന്നെ കർത്താവ് ഈ അബ്രഹാമിനോട് വന്ന് സംസാരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14-ാം വാക്യത്തിലാണ്. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ കാണുക എന്ന് കർത്താവ് അവനോട് അരുളി ചെയ്തു. തല ഉയർത്തി നോക്കാൻ, ഉയരങ്ങളിലെ കാഴ്ചകൾ കാണാൻ, ദൈവിക ദർശനങ്ങൾ ഗ്രഹിക്കാൻ, ദൈവിക സ്നേഹം അതിലൂടെ അനുഭവിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കണമെങ്കിൽ വിട്ട് പിരിയാനുള്ളതൊക്കെ വിട്ടുപിരിയാനും ദൈവിക അനുസരണം ജീവിതത്തിൽ പാലിച്ച് കണ്ടെത്താനും ഏറ്റവും താല്പര്യമുണ്ടായിരിക്കണം എന്നാണ് കർത്താവ് ഇവിടെ ഉദ്ബോധിപ്പിക്കുക. ദൈവികമായ കാഴ്ചയിൽ നമ്മുടെ ഹൃദയത്തെ ഉയർത്തണമെങ്കിൽ, നമ്മുടെ ദൃഷ്ടി പാലിക്കണമെങ്കിൽ കർത്താവ് നമ്മെ ഉപദേശിക്കുന്നു, നിൻ്റെ ജീവിതത്തിൽ കൂടെ കൂട്ടിയതെല്ലാം എനിക്ക് ഇഷ്ടമുള്ളതാവില്ല. യേശു കർത്താവിന് സ്നേഹത്തോടെ കൂടെ ചേർക്കുന്നതിന് നിൻ്റെ താല്പര്യത്തിനായി, നിൻ്റെ ജീവിതത്തിൻ്റെ സുഹൃതത്തിനായി കൈക്കൊണ്ടിരിക്കുന്ന പലതും വിഭാടനം ചെയ്യാനും വിശുദ്ധ ജീവിതം ചെയ്യത്തക്കവണ്ണം നിൻ്റെ മുന്നോട്ട് നയിക്കുന്നതിന് പര്യാപ്തമാകും വണ്ണം നിൻ്റെ ജീവിതത്തെയും പ്രവർത്തനത്തെയും നീ ആർജിച്ചിരിക്കുന്ന നന്മകൾ പലതിനെയും വേണമെങ്കിൽ ഉപേക്ഷിക്കാനും സന്നദ്ധമായാൽ മാത്രമേ തല ഉയർത്താൻ കഴിയുകയുള്ളൂ എന്ന് കർത്താവ് വളരെ കാര്യമാത്ര പ്രസക്തിയോടെ പ്രസ്താവിക്കുകയുണ്ടായി. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ പിന്നീട് രണ്ടാമത് അബ്രഹാം തല ഉയർത്തി നോക്കുന്ന കാഴ്ച നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷമാണ് കർത്താവ് തുടർന്ന് അവന് തല ഉയർത്തുവാനുള്ള അവസരമുണ്ടായത്. അവൻ 25 വർഷം പിന്നിട്ടു കർത്താവ് കൽപ്പിച്ചതനുസരിച്ചുള്ള യാത്ര. യോർദാൻ പുഴവക്കിലെത്തിച്ചേർന്നു. അവൻ മമ്രയുടെ തോപ്പിൻ്റെ അരികിൽ കൂടാരമടിച്ച് കുടിപ്പാർത്തു. അവൻ മമ്രയുടെ തോപ്പ് എബ്രായ ഭാഷയിലെ വേദപുസ്തകത്തിൽ നിന്നും ഭാഷാന്തരം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് ഓക്കുമരത്തിൻ്റെ തോപ്പ് എന്നാണ്. അബ്രഹാം ഓക്കുമരത്തിൻ്റെ തോപ്പിലാണ് താമസിച്ചിരുന്നത്. മമ്രയുടെ തോപ്പ് എന്നത് ഓക്കുമരം നിർമ്മിച്ച് ഓക്കുമരത്തിൻ്റെ വലിയ വിശാലമായ കൃഷി നിറഞ്ഞിരുന്ന ഒരു തോപ്പ്. കർത്താവ് ഓക്കുമരവുമായി ബന്ധത്തിൽ എന്താണ് കാരണമെന്നും ഇന്നലെ നാം ചർച്ച ചെയ്യുകയുണ്ടായി. ഈ ഓക്കുമരത്തോപ്പിൽ ഒറ്റയ്ക്ക് അവൻ ആ കഥകിൽ വന്ന് ഇരിക്കുകയാണ്. പുറത്തോട്ട് നോക്കിയിരിക്കുന്ന നേരം ഈ പറയുന്നത് വേദപുസ്തകത്തിൽ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. വെയിൽ ഉറച്ചപ്പോൾ കൂടാരവാതിൽക്കൽ പുറത്തോട്ട് നോക്കി ഇരിക്കുന്ന നിമിഷം
അവൻ്റെ മുമ്പിൽ കർത്താവ് സാന്നിധ്യമായി 3 പേർ വരുന്നതല്ലേ കാണേണ്ടത്? എന്നാൽ അബ്രഹാം വന്ന 3 പേരെ വരുന്നതായി കണ്ടില്ല. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. സാധാരണ നല്ല വെയിലുറച്ചപ്പോൾ കതകിൽ നിന്ന് അവിടെ ഇരുന്ന് ആ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ശരിയായി കാണേണ്ടത് വന്ന് നിൽക്കുന്നതായിട്ടാണ്. എന്നാൽ അബ്രഹാം ജീവിതത്തിൽ രണ്ടാമതും അവൻ ഒരു കാഴ്ച കണ്ടു. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ 3 പേർ തൻ്റെ വീട്ടുപടിക്കൽ നിൽക്കുന്ന കാഴ്ച കണ്ടു. വർഷങ്ങൾക്ക് മുമ്പ് ദൈവമായ കർത്താവ് അവന് വാഗ്ദത്തം ചെയ്തിരുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും ആറ്റുതീരത്തിലെ മണൽ പോലെയും ഞാൻ നിൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കുമെന്ന്. ആ വാഗ്ദത്തം നിവർത്തിക്കുന്നതിനു വേണ്ടി ഒരുപക്ഷെ അവൻ്റെ സങ്കടം ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വന്ന ദിവസം മുതൽ കർത്താവ് മൂവരായി അവൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നിരിക്കണം. എന്നാൽ അബ്രഹാമിന് ഈ ദൈവ സാന്നിധ്യത്തെ, ത്രിയേക സാന്നിധ്യത്തെ കാണുവാൻ കഴിയാത്തത് അത് വരുവരെയും തല ഉയർത്തി നോക്കാൻ, അതിനുവേണ്ടി തയ്യാറെടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ അബ്രഹാം തല ഉയർത്തി നോക്കിയതോടെ തൻ്റെ പ്രതിസന്ധിക്ക് പരിഹാരിയായ ദൈവം തൻ്റെ ജീവിതത്തിലെ സങ്കടകരമായ സഹായത്തിൽ അവനെ സന്ദർശിക്കുന്നതിനെത്തിച്ചേരുന്ന ദൈവത്തെക്കുറിച്ച് അവന് കാണാൻ ഇടയായത് അവൻ തല ഉയർത്തി നോക്കിയപ്പോഴാണ്. എന്താണ് തല ഉയർത്തുന്നതിനുള്ള തടസ്സം? ജീവിതത്തിൽ ഒരുപക്ഷെ അനാവശ്യമായ കൂട്ടുകെട്ടുകളാവാം, അനാവശ്യമായ ജീവിതത്തിൽ നമ്മെ തകർത്തു കളയുന്ന ദോഷകരമായ മൂല്യങ്ങളാവാം, ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടത് പലതും ഉപേക്ഷിക്കാത്തത് നമ്മെ സുഹൃതത്തിലേക്കും സന്തോഷത്തിലേക്കും നയിപ്പിക്കുന്നതിന്, ഈ ലോകവുമായി അനുനയിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മെ സന്തോഷിപ്പിക്കുന്ന ചില ഘടകങ്ങളാകാം. ഇത്തരത്തിലുള്ള പല വേദനിക്കുന്ന അനുഭവങ്ങളെയും ജീവിതത്തിൽ നമ്മെ വേദനിപ്പിക്കാവുന്ന സാഹചര്യങ്ങളാണെന്ന് വിശദീകരിച്ചുകൊണ്ട്, വിശകലനം ചെയ്തുകൊണ്ട് അവയെ ഉപേക്ഷിക്കാൻ തയ്യാറെടുത്താൽ മാത്രമേ തല ഉയർത്തി നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അബ്രഹാം അങ്ങനെ തല ഉയർത്തി നോക്കിയപ്പോൾ തൻ്റെ പ്രതിസന്ധിക്ക്, പ്രാർത്ഥനയ്ക്ക് പരിഹാരിയായി വന്നു നിൽക്കുന്ന ത്രിയേകനെ മുമ്പിൽ കണ്ടു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം തുടർന്ന് തല ഉയർത്തി നോക്കാനുള്ള ദൈവത്തിൻ്റെ ആലോചന ലഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലാണ്. കർത്താവ് അവനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതന മകനായ ഇസ്ഹാക്കിനെ എനിക്ക് വേണ്ടി മോരിയാദേശത്തിലെ ഒരു മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണം. 3 ദിവസം യാത്ര ചെയ്ത് മോരിയാദേശത്തിലെ മല കണ്ടിട്ട് കർത്താവ് അവനോട് സംസാരിക്കുമ്പോൾ തന്നെ അവൻ കഴുതയുമായി നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ എന്ന് ബാല്യക്കാരോട് പറഞ്ഞിട്ട് അവൻ തീയും കത്തിയും അവൻ തൻ്റെ പുത്രനും വിറകും ഒക്കെയായി മല കയറി പോകുവാൻ തയ്യാറായി. ബലിപീഠമൊരുക്കി. നിയമപ്രകാരം അന്ന് ബലിപീഠം പറക്കുപാറകൾ കൊണ്ട് നിരത്തി ഒരു മേശ പോലെ നിർമ്മിക്കണമെന്ന് നിയമമുണ്ട്. അത്തരത്തിൽ അവർ പറക്കുപാറകൾ അപ്പനും മോനും ചെന്ന് ഒന്നിച്ച് ആ ദേശത്തിലെ മലയുടെ പല സ്ഥലങ്ങളിലായി പറക്കി മേശ പോലെ ബലിപീഠം നിരത്തി നിർമ്മിക്കുകയാണ്. അപ്പോഴും അവിടെ ഒരു ആട്ടിൻകുട്ടി കിടപ്പുള്ള കാര്യം അബ്രഹാമോ ഇസഹാക്കോ ശ്രദ്ധിച്ചിരുന്നില്ല, അവർ കേട്ടിരുന്നില്ല. ആൾപ്പെരുമാറ്റമുണ്ടായാൽ നിശ്ചയമായും വള്ളിക്കൂടിൽ അകപ്പെട്ടു പോയ ഒരു ആട്ടിൻകുട്ടി ശബ്ദിക്കാൻ സാധ്യതയുണ്ട്. അതും അബ്രഹാം അറിഞ്ഞതേ ഇല്ല. എന്നാൽ കർത്താവ് അവരോട് തുടർന്ന് കൽപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 22-ാം അധ്യായം 12-ാം വാക്യത്തിൽ, അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ്കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. രണ്ടാമത് കർത്താവ് ചേർത്ത് പറഞ്ഞു, കൊമ്പ് കുറുങ്കാട്ടിൽ പിടിപെട്ട് കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിനെ നീ കാണും, നീ അതിനെ അഴിച്ചെടുത്തു കൊണ്ടുവന്ന് ബലി കഴിക്കാൻ. അങ്ങനെ ദൈവസാന്നിധ്യത്താൽ കർത്താവിൻ്റെ കുഞ്ഞാടായിത്തീരുന്ന, അവന് പകരമായി ബലിയായിത്തീരുന്നതിന് എത്തിച്ചേരുന്ന ഒരു കുഞ്ഞാട് തൻ്റെ മുന്നാമ്പുറത്ത് കിടപ്പുണ്ട്, വള്ളികളിൽ പെട്ട് എന്ന് അബ്രഹാം കാണാൻ കർത്താവ് പറയുന്നു, നീ തല ഉയർത്തി നോക്കുക എന്ന്. നിന്റെ പുത്രന് പകരം ബലി കഴിക്കാൻ കിടക്കുന്ന കുഞ്ഞാടിനെ രക്ഷകനായി എത്തിച്ചേരുന്ന രക്ഷിതാവിനെ നിനക്ക് കാണണമെങ്കിൽ പോലും നീ സാധാരണഗതിയിൽ കണ്ടാൽ പോരാ. മനോഭാവത്തിൽ മാറ്റമുണ്ടാകണം. വിനയപരമായ ജീവിതത്തിൽ ഒരു സമർപ്പണമുണ്ടാകണം. നിനക്ക് ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ വ്യത്യസ്തമായി തല ഉയർത്തി നോക്കാൻ നിനക്ക് സന്നദ്ധതയുണ്ടാകണം. കർത്താവ് അതുകൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ സാധാരണഗതിയിൽ ജീവിക്കുന്ന സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും വിട്ടപ്പുറമായി അല്പം കൂടെ ഉയരണം, അല്പം കൂടെ പ്രാർത്ഥനയിൽ വളരണം, അല്പം കൂടെ ദൈവിക വചനത്തിൽ ധ്യാനത്തിൽ നാം മുന്നേറുവാൻ സാധിക്കണം.
ലോകത്തിലെ തിന്മകളെ തോൽപ്പിക്കണം. സ്വന്തം ജീവിതത്തെ ദൈവസന്നിധിയിൽ യാഗമായി അർപ്പിക്കത്തക്കവണ്ണം ശ്രേഷ്ഠമാക്കി തീർക്കണം. അങ്ങനെ ജീവിതത്തെ ഒരിക്കൽ കൂടെ ഉയർത്താൻ ദൈവം കാണത്തക്കവണ്ണം കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തുമ്പോഴാണല്ലോ ഉയരുന്നത്. അത്തരത്തിലുള്ള താഴ്ചയിൽ കർത്താവ് നമ്മെ ഓർക്കാൻ കണക്കിന് കാഴ്ചപ്പാടുകൾ ഉയർന്ന് ദൈവസന്നിധിയിലേക്ക് നോക്കുവാൻ തയ്യാറായാൽ സർവശക്തനായ കർത്താവ് കൈക്കൊള്ളും നമ്മെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകരക്കാരനായി തീർന്ന് രക്ഷിതാവായി കുഞ്ഞാടിനെ പോലും കാണാൻ നമുക്ക് കഴിയണമെങ്കിൽ തല ഉയർത്താൻ കഴിയണം. സാധാരണ പോലെ ഇരിക്കുന്ന സാധാരണ നോട്ടത്തിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് എന്ന കുഞ്ഞാടിൻ്റെ രക്ഷയെപ്പോലും കാണാൻ സാധ്യമല്ലെന്നാണ് കർത്താവ് നിഷ്കർഷയായി ഈ വേദഭാഗത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അബ്രഹാമിൻ്റെ തുടർന്നുള്ള ഈ കാഴ്ചപ്പാട് തൻ്റെ പുത്രൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിവരവും നാം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിലാണ്. ഈ പ്രിയപ്പെട്ട ഇസഹാക്കിന് ഒരു പെൺകുട്ടിയെ കണ്ടെത്താനുള്ള ഉദ്യമം താൻ തുടർന്ന് തൻ്റെ വീട്ടിലെ തന്നെ ബാല്യക്കാരനായ എലിയാസറിനെ ഏൽപ്പിക്കുകയാണ്. എലിയാസർ കർത്താവിൻ്റെ മുമ്പിൽ തന്നെ പറഞ്ഞു, കർത്താവേ, എൻ്റെ യജമാനൻ ഈ തൻ്റെ പുത്രനായ ഇസഹാക്കിന് ഭാര്യയെ കണ്ടെത്തുമ്പോൾ ഭാര്യയെ കണ്ടെത്താൻ ഉള്ള ശ്രമത്തിൽ ഇസഹാക്കിനെ കൂടെ കൊണ്ടുപോകരുത് എന്നാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. ആരെ പരിശോധിക്കണം, കണ്ടുപിടിക്കണം, കൊണ്ടുവരണം എന്നത് എനിക്കും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം അങ്ങയെ തന്നെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ താൻ പോകുമ്പോൾ ബർലഹൈരോ ഇരെ വരെ ഈ ഇസഹാക്ക് തേടിപ്പോയി കൂടെ ചെന്നു. ഇസഹാക്കിൻ്റെ കൂടെ താല്പര്യമായി പോകണമെന്ന് തൻ്റെ പ്രിയപ്പെട്ട ബാല്യക്കാരൻ എലിയാസറിന് ഒരുപക്ഷെ താല്പര്യം തോന്നിയാലും അബ്രഹാം അത് നിഷ്കർഷയായി കൽപ്പിച്ചിരുന്നത് കൊണ്ട് കൊണ്ടുപോകാൻ ഇസഹാക്കിനെ കൂടെ കൂട്ടാൻ അവന് കഴിഞ്ഞിരുന്നില്ല. ആ സമയത്ത് ഇസഹാക്ക് വെളിംപ്രദേശത്ത് ജീവിക്കുകയാണ്. അന്ന് വൈകുന്നേരം അവൻ വെളിംപ്രദേശത്ത് ധ്യാനിക്കുന്ന ഒരു ദിവസം ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 63-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിക്കാൻ വെളിംപ്രദേശത്ത് പോയിരുന്നു. അവൻ തലപൊക്കി നോക്കി, ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. റിബേക്കയും തലപൊക്കി ഇസഹാക്കിനെ കണ്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ ഭാര്യയും ഭർത്താവും പരസ്പരം കണ്ടത് സത്യത്തിൽ തല ഉയർത്തി നോക്കിയാണ്. പഴയ നിയമത്തിൽ നിരവധി മനുഷ്യരെ നാം കാണും. ബഹുഭാര്യാത്വം പല വിധത്തിൽ നിർത്തലാക്കിയ ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിലും ബഹുഭാര്യാത്വം പഴയ നിയമ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നു. എന്നാൽ ദൈവമായ കർത്താവ് അത് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ദൈവം യാക്കോബിന് 2 ഭാര്യമാരുണ്ടായിരുന്നതിൽ ഇളയവൾ അവളുടെ ജീവിതത്തിലുണ്ടായ ഈ ബെന്യാമിനെയും യോസേഫിനെയും ഒക്കെ പ്രത്യേകം അനുഗ്രഹിക്കാൻ കർത്താവ് മെനക്കെടാത്തത്. പ്രത്യേകം സങ്കീർത്തനക്കാരനത് പറയുന്നുമുണ്ട്. ഈ ഭാഗത്തിലേക്ക് ഞാൻ വരട്ടെ. കർത്താവ് നമ്മുടെ സ്നേഹത്തിൽ വസിച്ചിരുന്ന ഇസഹാക്കും റിബേക്കയും വളരെ സന്തോഷത്തോടെ ജീവിച്ചു എന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ലെങ്കിലും മര്യാദയോടെ അവസാനം വരെ ഒരേ ഭാര്യയിലും ഒരേ ഭർത്താവിലും സന്തോഷം കണ്ടെത്തി ജീവിച്ച് ജീവിതത്തിൻ്റെ അന്ത്യത്തോളം മുന്നോട്ട് പോയ ഒരേ ഒരു ഭക്തനായി നാം മനസ്സിലാക്കുന്നത് ഈ ഇസഹാക്കിനെയാണ്. ഇസഹാക്കിനെയും റിബേക്കയെയും അവരെന്തുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പ്രതിസന്ധികളുടെ നടുവിലും വിശ്വാസത്തോടെ ദാമ്പത്യ ജീവിതം നയിച്ച് പ്രശ്നങ്ങൾക്ക് നടുവിലൂടെ ആണെങ്കിലും പോലും അവസാനം വരെയും കുടുംബജീവിതത്തിൽ ഏർപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അവർ പരസ്പരം കണ്ടത് തല ഉയർത്തി നോക്കിയാണ്. ചില ആളുകൾ പറയും ഇസഹാക്ക് കണ്ടത് അവൻ്റെ ഒട്ടകത്തെയാണ്, ഈ സ്ത്രീ കണ്ടത് ഭർത്താവിനെയാണ് എന്നല്ല. എന്തായാലും പോട്ടെ, പരസ്പരം അവർ കണ്ടത് ഈ കല ഉയർത്തി നോക്കിയാണ്. സാധാരണഗതിയിൽ ഈ ലോകത്തിൽ കാണുന്ന ആളുകൾ പണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ പാപത്തിന് ശേഷം ആദം പറഞ്ഞതുപോലെ, കർത്താവേ, ഈ സ്ത്രീ എന്നെ നീ വഞ്ചിച്ചു, കാരണം അവൾ എനിക്ക് ഈ പഴം തന്നു, ഞാൻ തിന്നുപോയി എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനല്ലാതെ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം അവർ നോക്കിയപ്പോൾ കണ്ടത് തങ്ങൾക്ക് നഗ്നതയുണ്ട് എന്ന കാര്യം മാത്രമാണ്. എവിടെയൊക്കെ കുറവുകളുണ്ടും എവിടെയെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ മാത്രമാണ് ആദ്യകാലം മുതൽ ആദിമ കുടുംബം ശ്രദ്ധിക്കാൻ അവർക്ക് താല്പര്യമുണ്ടായത്. എന്നാൽ ദൈവമുമ്പിൽ സമർപ്പണമുണ്ടായതോടെ ഈ പ്രിയപ്പെട്ട ഇസഹാക്കിൻ്റെയും റിബേക്കയുടെയും ജീവിതത്തെ പോലെ അവർ തല ഉയർത്തി നോക്കി പരസ്പരം കുറവുകളല്ല കണ്ടത്. ദൈവം നൽകിയ ദാനമാണ് തൻ്റെ ഭാര്യ എന്നും ദൈവം നൽകിയ സമ്മാനമാണ് ഭർത്താവെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് കുറവുകൾക്കപ്പുറം നിൽക്കുന്ന ദൈവസ്നേഹത്തെയും ദൈവം നൽകിയ ഉടമ്പടി ബന്ധത്തിൻ്റെ ശ്ലാഘനീയതയെയും കണ്ട് സന്തോഷിക്കാൻ അവരുടെ ജീവിതത്തിൽ ഒരു സമർപ്പണമുണ്ടായി. ദൈവസന്നിധിയിൽ കർത്താവ് നമ്മോടും പറയുന്നു, കുടുംബജീവിതത്തിൽ തല ഉയർത്തി നോക്കണം, തല ഉയർത്തി കണ്ട് സന്തോഷകരമായൊരു ജീവിതം ചെയ്യണം. ഉൽപ്പത്തി
പുസ്തകത്തിൽ ഞാനിത് ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും നാം വായിക്കുന്നു നിരവധി തല ഉയർത്തി നോക്കിയ സാഹചര്യങ്ങളെക്കുറിച്ച്. അമ്മായപ്പൻ മുഴുവൻ ചതിച്ചതുകൊണ്ട് ദൈവമായ കർത്താവിനോട് ഒടുവിൽ പറ്റിക്കപ്പെട്ടവനായ ഈ പ്രിയപ്പെട്ട യാക്കോബ് ദൈവത്തോട് നിലവിളിച്ചു. അവൻ വിചാരിച്ചത് അവനാണ് പറ്റിപ്പിൽ ഡബിൾ ഡോക്ടറേറ്റൊക്കെ നേടിയതെന്നാണ്. എന്നാൽ കർത്താവ് പറ്റിക്കാൻ മാത്രം സൂത്രം പഠിച്ചിരുന്ന യാക്കോബിനെ പറ്റിപ്പുകാരനിൽ ട്രിപ്പിൾ ഡോക്ടറേറ്റ് നേടിയ ലാബാൻ്റെ വീട്ടിലേക്കാണ് കർത്താവ് അവനെ പരീക്ഷിക്കാനായി കൊണ്ടുചെന്നത്. അപ്പോൾ മനസ്സിലാക്കി എന്നെക്കാൾ അമ്മായപ്പനാണ് മിടുക്കനെന്ന് പറ്റിക്കുന്ന കാര്യത്തിൽ. അങ്ങനെ അവൻ അവസാനം അവനെ തന്നെ സമർപ്പിച്ചു കൊടുത്തു. ദൈവമായ കർത്താവ് ആ പ്രശ്നം ഏറ്റെടുത്തു. അവൻ്റെ പ്രതിസന്ധി പരിഹരിക്കാനായി കർത്താവ് തന്നെ നേരിട്ടിടപെടുവാൻ തുടങ്ങിയ വിവരം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് യാക്കോബിനോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ നിന്റെ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. നിന്നെ അമ്മായപ്പൻ പറ്റിച്ചുവെങ്കിൽ ഞാൻ നിന്നെ സമ്പന്നനാക്കാൻ തയ്യാറായി ഇറങ്ങി വന്നിരിക്കുകയാണ്. പക്ഷേ കാര്യം കാണണമെങ്കിൽ നീ നോക്കേണ്ടത് സാധാരണ ഇതുവരെ നോക്കിയതുപോലെയല്ല, തല ഉയർത്തി നോക്കി നീ കാര്യങ്ങൾ വീക്ഷിക്കണം എന്ന് കർത്താവ് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 12-ാം വാക്യത്തിൽ. ഞാനിനെ ദീർഘിപ്പിച്ചാൽ നിങ്ങളിൽ ഒരു കാലത്തും എന്നെ വിളിക്കുകയില്ല. ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവസന്നിധിയിൽ യേശു കർത്താവ് അവൻ്റെ സ്നേഹത്തിൽ മനുഷ്യരുടെ കാഴ്ചകളും ദൈവിക സമർപ്പണങ്ങളും ഒക്കെ കണ്ടത് തല ഉയർത്തി നോക്കിയാൽ. യേശു കർത്താവ് വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഉയർന്ന് തലപൊക്കുവീൻ, മനുഷ്യപുത്രൻ വരാൻ പോകുന്നു എന്ന്. അവനെ കാണാൻ, അവനെ പ്രതീക്ഷിക്കാൻ തല ഉയർത്തി നോക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഈ നല്ല ദിവസം ഈ വലിയ സമൂഹമായ നമുക്ക് വിശ്വാസത്തിൻ്റെ ദീപശിഖ കർത്താവ് നൽകി ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് നമ്മുടെ വലിയ കടപ്പാട്, ഉത്തരവാദിത്തം? അഭിമന്യ തിരുമേനി ഇന്നലെയും ഇന്നും ഞാൻ കേൾക്കെ പറഞ്ഞതെല്ലാം നാം ഓരോരുത്തരും പണ്ട് അഭിമന്യ പിതാവ് പറഞ്ഞിരുന്നത് പോലെ നമ്മളെല്ലാവരും ഓരോ ശുശ്രൂഷകരാണ്, ഓരോ അപ്പോസ്തലന്മാരാണ്, ഓരോ ക്രിസ്തുവിൻ്റെ വാഹകരാണ്, ദൈവസന്നിധിയിൽ നടത്തുന്ന പത്രങ്ങളാണ്. യേശു കർത്താവ് ആ വലിയ ഉത്തരവാദിത്തം വീണ്ടും ഒരിക്കൽ കൂടെ ആർജവത്തോടെ ഏറ്റെടുക്കാൻ ഈ വലിയ ശുശ്രൂഷയും അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതവും നമുക്കെല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ തല ഉയർത്തി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറഞ്ഞത് ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ. ഇത് ചുറ്റുപാടുകളെല്ലാം ഏറ്റവും കൂടുതൽ ശുശ്രൂഷയുടെ സാധ്യതകളുള്ളത് ശമരിയ നിവാസികളെ നോക്കി കർത്താവ് എന്ന് പറഞ്ഞത് ഇന്നും നമ്മോട് ശ്രദ്ധിക്കാൻ ഓർപ്പിക്കുന്നു. സമൂഹത്തിൽ അധസ്ഥിത സമൂഹമായി അവഗണിക്കപ്പെട്ട സമൂഹത്തിൻ്റെ നടുവിലേക്ക് വളരെ താല്പര്യമായി എത്തിച്ചേരുമ്പോൾ സൂക്ഷിക്കണം. ഇന്ന് അപകടകരമായൊരു സാഹചര്യമാണ് ലോകത്തിൽ, പ്രത്യേകിച്ച് ഭാരതത്തിലെങ്കിലും. ഈ ശുശ്രൂഷകളിൽ പ്രാവിനെ പോലെ നിഷ്കളങ്കമായൊരു സ്വഭാവത്തിൽ, പാമ്പിനെപ്പോലെ സൂത്രത്തിൽ ഈ സുവിശേഷ പ്രവർത്തനത്തിൽ വ്യാപൃതരാകാൻ സർവശക്തനായ കർത്താവ് നമ്മെ ഇന്ന് ഈ രാവിലെ ആഹ്വാനം ചെയ്തുവെന്നും ആ ആഹ്വാനത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പോകാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ട ഫീലക്സീനോസ് തിരുമേനിയെ ഞാൻ ഭയത്തോടു കൂടിയാണ് കാണുന്നത്. എൻ്റെ 2ാമത്തെ ഡോക്ടറേറ്റ് ഞാൻ ചെന്നിരിക്കുന്ന സമയത്ത് എന്നെ വൈവ നടത്താൻ ചെയർമാനായി വന്നത് തിരുമേനിയാണ്. അന്ന് അദ്ദേഹം സെനറ്റിൻ്റെ പ്രസിഡൻ്റായിരുന്നു. തിരുമേനി വന്നിരുന്ന സമയത്ത് സാധാരണ ഞാൻ PhD ഹിസ്റ്ററിയിൽ വൈവാക്കി ഇരുന്നതിൽ നിന്ന് വ്യത്യസ്തമായാണ് അവിടുത്തെ ഇരിപ്പ്. ആദ്യ ചെയർമാൻ, തുടർന്ന് എൻ്റെ ഗൈഡ്, തുടർന്ന് എക്സാമിനർ തുടങ്ങിയ ഒരു കൂട്ടം ആളുകൾ, അധ്യാപകർ മുമ്പേ, ഞാൻ മുമ്പിൽ ഒരു യാഗമൃഗമായി നടുവിൽ. എൻ്റെ പിന്നിലാണ് ചോദ്യം ചോദിക്കാനുള്ള ആശാന്മാരെല്ലാം. അവരെല്ലാവരും ആദ്യമേ അറിഞ്ഞു പണ്ടൊരു ഡോക്ടറേറ്റ് കഴിഞ്ഞ ബിരുദൻ വന്നിരിക്കുകയാണ്, ചോദിക്കാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന്. ആരാണ് ചോദിച്ചത് എന്ന് പോലും തിരിഞ്ഞു നോക്കാൻ എനിക്ക് നിവൃത്തിയില്ല, തിരുമേനിയെ പോലെയുള്ള ആളുകൾ മുമ്പിലിരിക്കുന്നത് കൊണ്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കൈകാര്യം ചെയ്യാമെന്നെങ്കിലും കരുതാം. ആരെന്ന് പോലും കാണാൻ നിവൃത്തിയില്ല. അങ്ങനെ മുമ്പോട്ടിരുന്ന് ഞാനൊരു കുഞ്ഞാടിനെ പോലെ ഇരുന്ന കാര്യം തിരുമേനി നന്നായിട്ട് ഓർക്കുന്നുണ്ടാവും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തിരുമേനി എന്നെ ഉപദ്രവിക്കാനായിട്ടൊന്നും ചെയ്യാതെ ചില കാര്യങ്ങൾ മാത്രം ചോദിച്ച് എന്നെ സന്തോഷിപ്പിച്ചുകൊണ്ട് എൻ്റെ അവാർഡ് ചെയ്തത് തിരുമേനിയാണ്. തിരുമേനിയുടെ ആ ഇടവകയിൽ ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഈ വിവരം സന്തോഷത്തോടെ ഓർപ്പിച്ചു പോയതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ആദ്യമായി മാർത്തോമയിലുള്ളൊരു തിരുമേനിയെ ഞാൻ പരിചയപ്പെട്ടത് ബർന്നബാസ് തിരുമേനിയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി വിദേശത്ത് പ്രസംഗിക്കാൻ പോയത് 2012-ൽ അബുദാബിയിലാണ്. അവിടേക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരു തിരുമേനി നിൽപ്പുണ്ട്. ആരാണെന്ന് ചോദിച്ച് ഞാൻ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ടതാണ്. തിരുമേനി വളരെ സ്നേഹത്തോടെ എനിക്കൊരു ചായ ഓഫർ ചെയ്ത് സമ്മാനിച്ചു. സന്തോഷത്തോടെ മണിക്കൂറുകളോളം സന്തോഷിക്കുന്ന ഒരു സൗഭാഗ്യം അതുവരെ ദൈവം ഇല്ലാത്ത നന്മകൾ നമ്മൾ സ്നേഹം ആ ദിവസം നമുക്ക് തന്നെ എന്നെ സന്തോഷിപ്പിച്ചു. ഇതെല്ലാം ഞാൻ ഓർത്തു പോവുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാലും എനിക്ക് മറക്കാനാവാത്തൊരു പേരുണ്ട്, പ്രിയപ്പെട്ട ഒസ്താത്യോസ് തിരുമേനി.
അദ്ദേഹമാണ് എന്നെ ഇവിടേക്ക് ആദ്യമായി പരിചയപ്പെടുത്തിയത്. മണിക്കൂറുകളോളം ഫോണിലൂടെ സംസാരിക്കാൻ തിരുമേനിയുടെ സ്വഭാവം അറിയുന്ന ആളുകൾക്കറിയാം. മണിക്കൂറുകളോളം എന്നോട് സമീപിച്ച് സംസാരിച്ചിട്ടുണ്ട്. ദിവസങ്ങളോളം പലപ്പോഴും അത്താനാസ്യോസ് തിരുമേനി അങ്ങനെ തിരുമേനി ആവർത്തിച്ച് എന്നെ പല പ്രാവശ്യം ഇവിടേക്ക് ക്ഷണിച്ചു. ഞാൻ ഓർമ്മിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, തുടർച്ചയായി 3-4 ദിവസം ഒരിക്കൽ ഇവിടെ പ്രസംഗിച്ച് കഴിഞ്ഞ 4ാമത്തെ അവസാനത്തെ രാത്രിയിൽ പ്രസംഗിച്ചു നിന്നപ്പോൾ എൻ്റെ പിതാവ് കർത്താവിൽ നിദ്ര പ്രാപിക്കുകയായിരുന്നു. പ്രസംഗം കഴിഞ്ഞ് ഞാൻ പുറത്ത് ഇറങ്ങിയ സമയത്താണ് എൻ്റെ പിതാവ് കർത്താവിൽ നിദ്ര കൊണ്ട വിവരം തിരിച്ചറിഞ്ഞത്. തിരുമേനി ആദ്യമായി ഈ പുറത്തുള്ള സ്ഥലത്ത് വെച്ച് എന്നെ പ്രാർത്ഥിച്ച് അയച്ചത് ഞാൻ ഓർമ്മിക്കുന്നു. ദൈവസന്നിധിയിൽ ഈ നല്ല ഓർമ്മകളെല്ലാം ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടെ ആവർത്തിക്കാൻ ഇടയായതിൽ ദൈവത്തിൻ്റെ സ്തോത്രം. ഒരുപാട് അച്ഛന്മാരും ഒരുപാട് വിശ്വാസികളും എനിക്ക് സ്നേഹമുള്ളവരായി മാറിയത് അതിനുശേഷമാണ്. ഒന്നിനും കൊള്ളാത്ത, ആർക്കും വേണ്ടാതിരുന്ന എന്നെ രൂപാന്തരപ്പെടുത്തി സ്നേഹത്തിൻ്റെ സുവിശേഷമേൽപ്പിച്ച സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ഉത്സാഹത്തോടെ, മടുപ്പില്ലാതെ, എത്രത്തോളം ദൈവം ശബ്ദവും ശക്തിയും തരുമോ അത്രത്തോളം ദൈവസന്നിധിയിൽ നീതിപൂർവം വിശ്വസ്തയോടെ സുവിശേഷ വേല ചെയ്യാൻ സർവശക്തനായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുവദിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൃത്യത്തിൽ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.